ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണേ. ജനറൽ സർവീസായിട്ട് വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാക്കിൽ നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗിയറിൻ്റെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓയിലൊക്കെ നല്ല ഓയിലാണ് കിടക്കുന്നത്. പിന്നെ അതേപോലെ ബ്രേക്ക് ലൈനർ ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിലെ ടയർ പുതിയ ടയർ ഇട്ടാണ്. ശരിക്കും ഈ മോഡൽ ടയർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് ഗ്രിപ്പുള്ളതാണ്. നമുക്ക് ശരിക്കും ഇത് കിടക്കുന്നത് അപ്പോളോൻ്റെ ആണ്. അപ്പോളോൻ്റെ തന്നെ നല്ല ടയറുണ്ട്. സാപ്പർ എന്ന് പറഞ്ഞ മോഡലുണ്ട്, നല്ല ഡിസൈനാണ്. അതാണ് കുറേ കൂടി നമുക്ക് ബെറ്റർ ആയിരുന്നത്. ഇതിനിപ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ടേക്കണം, വേറെ ഓപ്ഷൻ ഇല്ല, അത് ഉപയോഗിച്ച് തീർക്കാം. ഇനി അതിൽ ഇടുമ്പോൾ നമുക്ക് സാപ്പർ ഇടാം. കാരണം അതിൻ്റെ ഫ്രണ്ട് ടയർ ആയാലും ഒരു സൈഡ് വെട്ടി തേഞ്ഞ് പോയേക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ, എയർ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തിടാനുള്ളൂ. അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നമുക്കിതുമ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഹോണ്ടയുടെ കമ്പനി എയർ ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്ററാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട് ക്ലച്ചിനകത്ത്. നമുക്ക് CVT ക്ലച്ചാണ്, ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല. മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ലൂബ്രിക്കേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ അഴിച്ചേക്കുന്നത്. ഓൾറെഡി ജനറൽ സർവീസിൽ എല്ലാ ജനറൽ സർവീസിലും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്ക് ക്ലച്ചിനകത്ത് വരുന്ന വേരിയേറ്റർ ബോഡി, അതിൻ്റെ റോളറൊക്കെയാണത്. അത് നിലവിൽ വേറെ തേമാനമെന്ന് പറയാനില്ല. നമുക്കിപ്പോൾ 32,000 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി മീറ്ററിൽ കാണുന്നുണ്ട്. ഓൾറെഡി അതിൻ്റെ മീറ്റർ കേബിളൊക്കെ കംപ്ലൈൻറ്റ് കിടക്കാം. അപ്പോൾ ചുരുങ്ങിയത് എന്തായാലും ഒരു 35,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ തേമാനം എന്ന് പറയാനായിട്ട് അങ്ങനെയൊക്കെ വലിയ കംപ്ലൈൻറ്റ് എന്ന് പറയാൻ തേമാനമൊന്നുമില്ല. നോർമൽ അത് ഓട്ടത്തിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ സാധാരണ തേമാനമുള്ളൂ. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണത്. ബെൻഡെക്സ് യൂണിറ്റ് വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ട് കാണിക്കണം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇതതിൻ്റെ ബാക്കിൽ തന്നെ ഓട്ടോ ക്ലച്ചിൻ്റെ മെയിൻ ഒരു യൂണിറ്റാണ്. CVT ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് ഇതിനകത്ത്. അപ്പോൾ അത് ഈ ക്ലച്ച് ഔട്ടറായിട്ടാണ് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ബെൽറ്റ് കിടന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം മൂവിങ് പാർട്സ് കാര്യങ്ങൾ കൂടുതലുള്ളത് ഈ യൂണിറ്റിലാണ്. അപ്പോൾ ഇതൊന്ന് അഴിച്ച് നമ്മൾ ഗ്രീസിങ് നടത്തുന്നുണ്ട്. നമ്മൾ ഓരോ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ നമ്മളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിക്കടെ സർവീസ് ചെയ്യുമ്പോൾ, ജനറൽ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമ്മളത് അഴിച്ച് നോക്കുന്നുണ്ട്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യാറുണ്ട്. അത് കിലോമീറ്റർ വൈസ് വെച്ച് നോക്കാറില്ല. എല്ലാത്ത സർവീസും നമ്മൾ അഴിച്ചു നോക്കും. ആവശ്യമുള്ളത് ഗ്രീസ് ചെയ്യും. ഇതിപ്പോൾ ഗ്രീസ് ചെയ്യേണ്ട ടൈമാണ്. കാരണം 35,000 ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, അതുമ്പോൾ കിടക്കുന്ന ബെൽറ്റ് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ സെൻട്രൽ പോർഷൻ നോക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട് കണ്ടോ. കാരണം അത്യാവശ്യം അതിൻ്റെ നല്ല ഉപയോഗം കഴിഞ്ഞു. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോൾ വേണ്ടില്ല. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു കട്ടങ്ങൾ പൊളിഞ്ഞ് വന്നാൽ പിന്നെ ബാക്കിയത്തെ പെട്ടെന്ന് പൊളിഞ്ഞ് പോവുകയും വണ്ടി വഴിപ്പെടുന്നൊരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ നിലവിൽ കൈയോടെ മാറ്റിയിടാം. 35,000 കിലോമീറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നഷ്ടം പറയാനില്ല. എന്തായാലും 32,000 മീറ്റർ കാണിക്കേണ്ടെങ്കിൽ പോലും ഏകദേശം 30,000 ഓടി ഉണ്ടാവണം കാഴ്ചയിൽ. അപ്പോൾ ഇത് നഷ്ടം 30,000 കഴിഞ്ഞപ്പോൾ വേണമെങ്കിലും ബെൽറ്റ് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നഷ്ടമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഔട്ടർ വലിഞ്ഞതുകൊണ്ട് തന്നെ ലോഡായി നിൽക്കുന്നതുകൊണ്ട് വണ്ടി മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. നോക്കുമ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ലോ ജെറ്റ് മാത്രം ഒന്ന് മാറ്റിയിടാം. ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ട്യൂൺ ചെയ്ത് കയറ്റാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചോക്കിൻ്റെ കേബിൾ ലോഡായേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മിസ്സിങ് കാണിച്ചിട്ടുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ ഈ പറഞ്ഞ രീതിയിൽ ടൈറ്റാണ്. ആക്സിലേറ്റർ ആയാലും ഫ്രീ മൂവ്മെൻ്റ് അല്ല, ഒരു ചെറിയ ടൈറ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഒരു ഫോം ടൈപ്പാണ് ഈ സൈഡിൽ വന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ എഞ്ചിൻ്റെ റൂം അത്യാവശ്യം നോക്കുമ്പോൾ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഉള്ളിലത്തെ വ്യൂ കണ്ടി കാണുന്നത്. അപ്പോൾ അതൊന്ന് തുറന്ന് ഈ കണ്ടീഷനിലൊന്ന് ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്ത് പോകുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം അത്യാവശ്യം ചേസിൻ്റെ ഭാഗം എവിടെയൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാൻ പറ്റും. ഈ ഫ്രണ്ട് കവറായാലും അതേപോലെ തന്നെ ഇതിൻ്റെ ഇതൊന്ന് അഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൈഡിലൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ട് നമുക്ക് കവർ സെറ്റ് ചെയ്ത് പോകണമായിരിക്കും ബെറ്റർ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ തന്നെ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ. അതിൻ്റെ ഈ സൈഡിലുള്ള ബുഷൊക്കെ ഓൾറെഡി പോയി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ച് റെഡി ആക്കിയിട്ട് വേണം. നമുക്കതിൻ്റെ ഫ്രണ്ട് ടയർ ഒരു സൈഡ് വെട്ടി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇത്രയും പോയി കിടക്കാം. നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം കേട്ടോ. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. അതേപോലെ മീറ്റർ കേബിളിൻ്റെ കേസ് പറഞ്ഞാൽ മീറ്റർ കേബിളിൻ്റെ ഈ അടിയിൽ നിന്ന് ഇവിടുന്ന് കട്ടായി പോയേക്കണം. അപ്പോൾ എന്തായാലും വർക്കിംഗ് ആക്കിയിടണം. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാ കാര്യങ്ങളും വന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ചെത്തിപ്പോയത്. അതുകൊണ്ട് നോക്കുമ്പോൾ അറിയാം ഈ സൈഡ് ഫുള്ള് പോയിട്ട്. ഇത് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അതേപോലെ തന്നെ മാറ്റിയിട്ട് ഇത് ടയർ കളയണമെന്നില്ല. ഈ ടയർ നമുക്ക് ബാക്കിലിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്ത് തീർക്കാം. അപ്പോൾ എടുത്ത് വെച്ചാൽ മതി. കാരണം ബാക്കിൽ ഈ തേയിലൊരു പ്രശ്നമായിട്ട് വരില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പരമാവധി നമുക്ക് ഓടിച്ചെടുക്കാനായിട്ട് പറ്റും. വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കാം.
മാറ്റി പോവുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെട്ടൽ പ്രോബ്ലംസൊക്കെ അതുമ്പോൾ തീർന്നു പോകും. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി ഇതും ഇരിക്കുന്ന എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. എക്സൈഡിൻ്റെ 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യണ ഒരു ഡീറ്റെയിൽസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.62 വരെ കിട്ടുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യണം. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടാണ്. ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നതാണ്. നിലവിൽ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ലിവർ കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പാർക്ക് പ്ലഗും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കാരണം പ്ലഗും ഈ എയർ ഫിൽറ്ററൊക്കെ ഒരുമിച്ച് നമ്മൾ മാറ്റിയേക്കുന്നതാണ്. ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട കിലോമീറ്റർ തന്നെ 10,000 കിലോമീറ്ററാണ്. 10,000 കിലോമീറ്ററാണ് അതിന് ലൈഫുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളത് കംപ്ലൈൻറ്റ് കാണിക്കാൻ നോക്കിക്കരുത്, മാറ്റി കളയണം. പിന്നെ 10,000 കിലോമീറ്റർ എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ വലിയ മോശമൊന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററാണ്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഈ എഞ്ചിൻ ഓയിൽ, സെക്കൻഡറി ഫിൽറ്റർ, അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബുഷ് സെറ്റ്, ഇതിൻ്റെ ബുഷ്, ഫ്രണ്ട് ടയർ, സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറുന്ന കൂട്ടത്തിൽ കൂടെ നമുക്കത് ഈ ക്രൗണും പിനിയും കൂടി മാറ്റിയിടണം. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ ഓൾറെഡി ഇതൊന്നും ഇല്ല, അപ്പോൾ അത് സെറ്റ് ചെയ്യണമെങ്കിൽ അതുകൂടി ഒന്ന് പറയാം കേട്ടോ. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ബെൽറ്റ്, ഇത്രയായിട്ടാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി വന്ന പാർട്സുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഇടാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.